ലോകത്തിലെ മലയാളികൾക്ക് ഒക്കെ തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു വാർത്തയാണ് ഇന്ന് വന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ ആശംസകൾ നന്ദി അറിയിക്കണം. ഇനിയുള്ള ദിവസങ്ങളും വളരെ ക്രൂഷ്യലാണ് നമ്മുടെ മുന്നിൽ. ആക്ഷൻ കൗൺസിലെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ നിമിഷയുടെ ഫാമിലിക്ക് ഒപ്പം തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളും നിമിഷയെ വധശിക്ഷയിൽ നിന്ന് ഒരു ദിവസത്തെ മോചനമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ആ ഫാമിലിയുമായി സംസാരിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് പിന്നെ നിമിഷയെ മോചിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിലിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് എല്ലാവരുടെയും സഹായങ്ങളുമാണ് ഈ അവസരത്തിൽ ആക്ഷൻ കൗൺസിൽ അഭ്യർത്ഥിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ ചർച്ച നടന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ അത് ഏത് തരത്തിലുള്ള ചർച്ചയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ പണം ഇടപാട് അങ്ങനെ എന്തെങ്കിലും, കാരണം ബ്ലഡ് മണി നൽകണം എന്നുള്ള തരത്തിലേക്കാണോ ഈ ചർച്ച പോയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ടോ? അതോ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി വീണ്ടും ചർച്ച ആ കുടുംബവുമായി നടത്തിയെങ്കിൽ മാത്രമാണോ നിമിഷപ്രിയയെ നമുക്ക് മോചിപ്പിക്കാൻ അത്തരത്തിലുള്ളൊരു സാധ്യതയിലേക്ക് പോകാൻ കഴിയുള്ളൂ? ആക്ഷൻ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ആക്ഷൻ കൗൺസിലിൽ ഏകദേശം ഒരു 56 രാജ്യങ്ങളിലെ പ്രതിനിധികൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കാം. അപ്പം ഇതിന് നമുക്ക് യമനിലെ ഒരു ടീം നമുക്ക് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പിന്നെ ആക്ഷൻ കൗൺസിലിൻ്റെ നിമിഷയുടെ അമ്മയുടെ പവർ ഓഫ് അറ്റോർണി ഹോൾഡറും അതുപോലെ തന്നെ എംബസിയുടെ വക്കീലും തുടങ്ങിയ ആളുകളാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവിടെ യമനിൽ നേതൃത്വം കൊടുക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 2-3 വർഷങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിർണായകമായ നീക്കത്തിൽ പിന്നെ മർക്കസിന്റെ ഇടപെടലുകളെ ഏറ്റവും വളരെ ശ്ലാഘനീയമായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ പല പ്രമുഖരും പിന്നെ ബോബി ചെമ്മണ്ണൂർ അടക്കം, ബോബി സാർ അടക്കം, അതേപോലെ തന്നെ ചാണ്ടി ഉമ്മൻ, അതുപോലെ പറയാൻ കേരളത്തിലെ ഒരുവിധം എല്ലാ MP-മാരും ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലിലെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് തരത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നതെന്നുള്ള പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ എന്നിരുന്നാലും വളരെ പോസിറ്റീവായ സയൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മർക്കസിന്റെ മതപണ്ഡിതന്മാരുടെ ഇടപെടലുകൾ അതിന് നല്ലൊരു സൂചനയാണ് ആക്ഷൻ കൗൺസിലും കേരളത്തിലെ പൊതുസമൂഹത്തിനും നൽകിയിരിക്കുന്നത്. അത് കേരളത്തിലെ പല രീതിയിൽ പല വിഭജനങ്ങൾ ഉണ്ടെങ്കിലും ഏതൊരു ലോകത്ത് ഏതൊരു രാജ്യത്തേക്കാൾ ഉപരിയായി കേരളത്തിലെ ജനങ്ങളും ആ കൂട്ടായ്മയും ഒക്കെയാണ് ഇവിടെ നമ്മൾ തീർത്തും നമ്മൾ ശ്ലാഘിക്കേണ്ടത്, അനുസ്മരിക്കേണ്ടത്. ഒരു കാര്യം കൂടി, യമനിലെ ഇന്ത്യൻ നയതന്ത്ര ബന്ധം, യമനുമായിട്ടുള്ള ഇന്ത്യൻ നയതന്ത്ര ബന്ധം, അതുപോലെ തന്നെ അവിടെ എംബസി ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ രീതിയിലൊക്കെ ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമായിരുന്നു. അത് കഴിഞ്ഞ ദിവസം കോടതിയിൽ പോലും കേന്ദ്രം അക്കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ അംഗം എന്ന നിലയിൽ താങ്കൾക്ക് ഈ ഇത്രയും വർഷക്കാലത്തെ വലിയ രീതിയിലുള്ളൊരു പോരാട്ടത്തിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഉറപ്പായും പറയേണ്ടി വരും. എത്രത്തോളം ഒരു നിർണായകമായിരുന്നു ഈ സമയങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ? ഈ കേസിന് പല വഴിത്തിരിവുകളും ഉണ്ടായത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകളും അതുപോലെ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി, ഹൈക്കോടതി മുതൽ സുപ്രീം കോടതിയുടെ ഇടപെടലുകളുമാണ് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ ഗവൺമെന്റിനും അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാനും മാക്സിമം കേന്ദ്ര ഗവൺമെന്റ് കഴിയുന്നത്ര ശ്രമങ്ങൾ നടത്തി എന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോധിപ്പിക്കുകയും ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പൊ അതിന്റെ അർത്ഥം കേരളത്തിലെയും പൊതുസമൂഹവും, കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ മനുഷ്യ സ്നേഹികളായ ലോകത്ത് നിൽക്കുന്ന മുഴുവൻ ജനങ്ങളും ഈ വിഷയത്തോട് ഒപ്പം തന്നെയാണ് ആക്ഷൻ കൗൺസിലിനോടൊപ്പം പ്രവർത്തിച്ചു പോകുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ ജഡ്ജി ഈ വാർത്ത കേൾക്കുന്നത് തന്നെ, ഈ കേസ് കേൾക്കുമ്പോൾ തന്നെ വളരെ അനുകമ്പാപൂർണമായ റിപ്പോർട്ടാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഒരു റിപ്പബ്ലിക് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളിലേക്ക് വധശിക്ഷ മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള പിന്നെ നിർദ്ദേശങ്ങളും ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാം എന്നുള്ള ഉറപ്പാണ് അറ്റോർണി ജനറൽ നമ്മളുമായി ബന്ധപ്പെട്ട കേസ് നടത്തിയ ആക്ഷൻ കൗൺസിലിന്റെ വക്കീൽ ശ്രീ സുഭാഷുമായി സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റും മനുഷ്യസ്നേഹികളും എല്ലാവരും ഈ കേസിന് വളരെ അനുതാപപൂർണമായ സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നതല്ല. ഇത് തന്നെയാണ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ വാർത്ത വന്നതിന് ശേഷം നിമിഷപ്രിയയുടെ അമ്മയുമായിട്ട് സംസാരിച്ചിരുന്നോ? അവരെത്രത്തോളം ഒരു ആശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്? നിമിഷപ്രിയയുടെ അമ്മയുമായിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്, അധിക ദിവസങ്ങളിലും സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ നിമിഷയുമായിട്ട് വീക്കിലി ഒരു തവണയെങ്കിലും നമ്മൾ അവർക്ക് ഫോൺ കിട്ടുന്ന സമയത്ത് നമ്മളുമായിട്ട് ചാറ്റിങ്ങിലൂടെ അവർ സംസാരിക്കാറുണ്ട്.
കഴിഞ്ഞ 2 ദിവസം മുമ്പ് നിമിഷയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിമിഷയുടെ അമ്മയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ അമ്മയടക്കം ഓരോ തിരക്കുകളാണെന്ന് നിങ്ങൾക്കും ഊഹിക്കാൻ വേണ്ടി കഴിയും. പക്ഷേ കൃത്യമായി അടുത്ത ദിവസം അടുത്ത സമയങ്ങൾ തന്നെ നമുക്ക് അമ്മയുമായിട്ട് സംസാരിച്ച് അമ്മയുടെ വിവരങ്ങൾ നമ്മൾ മീഡിയയുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി കഴിയുന്നത് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ താങ്കൾ നിമിഷപ്രിയയായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നിമിഷപ്രിയ പറയുന്നത്? കാരണം ഈ ഒരു അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. എത്രത്തോളം എന്താണ് അവർ പറയുന്നത്? ഈ ഒരു അവസാന സമയങ്ങളിൽ എന്തൊക്കെയായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്? 2020 ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതും ഇതുമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതും. ആ കാലഘട്ടം മുതൽ തന്നെ നിമിഷയുടെ ഫാമിലിയുമായിട്ട് നമ്മൾ ആക്ഷൻ കൗൺസിലെ പല അംഗങ്ങളും ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നു. നമ്മളോടൊപ്പം തന്നെ പല മേഖലകൾക്ക് ഇവരെല്ലാം ചർച്ചകളൊക്കെ കടന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിമിഷയെ സംബന്ധിച്ചിടത്തോളം നിമിഷ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ 3 ഘട്ടങ്ങളിലാണ് നിമിഷയ്ക്ക് ഈ വിധി വന്നിട്ടുണ്ടായത്. 2020 പിന്നെ 2021 വന്ന വിധികൾ അപ്പീൽ കോടതി, ഹൈക്കോടതി, അത് കഴിഞ്ഞാൽ അവിടുത്തെ സുപ്രീം പരമോന്നത കോടതി വരെയുള്ള 3 ഘട്ടങ്ങളിലെല്ലാം തന്നെ നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ച ആണ് ഒന്നുണ്ടായിരുന്നത്. ഈ കാലഘട്ടങ്ങളൊക്കെ തന്നെ കുട്ടി വളരെയധികം ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വിഷമിച്ച അവസ്ഥ ഈ ആക്ഷൻ കൗൺസിലിലെ പിന്നെ പ്രതി എന്നുള്ള രീതിയിൽ നമ്മൾ പലർക്കും അനുഭവിക്കാനും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വളരെ എന്താ പറയാ, നിമിഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഒന്നും പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച സമയത്ത് നിമിഷ നമ്മളുമായിട്ട് പങ്കുവെച്ചത്. പക്ഷെ എന്നാലും പ്രതീക്ഷയുണ്ടായിരുന്നു എവിടെയെങ്കിലും ഒരു സഹായം നമുക്ക് ലഭിക്കും. ആക്ഷൻ കൗൺസിലും അതോടൊപ്പം തന്നെ മനുഷ്യസ്നേഹികളും നിമിഷയോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ നിമിഷയും ഈ ചർച്ചയുടെ ഒക്കെ ഭാഗങ്ങളായിട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിമിഷയ്ക്കൊരു ഉറപ്പ് നൽകാൻ ആക്ഷൻ കൗൺസിൽ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിമിഷയോടൊപ്പം ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരിക്കും. നിമിഷം മോചിപ്പിക്കലാണ് ആക്ഷൻ കൗൺസിലിന്റെ ദൗത്യം. അതിന് കൃത്യമായി നമുക്ക് ഇവിടെ ഒരു പിന്നെ പാഠഭാഗമൊന്നുമില്ല. ഇതിലൂടെ പോയാൽ നിങ്ങൾക്ക് ഈ വഴി നേടാന്നുള്ളത്. ഈ കഴിഞ്ഞ 5 വർഷം ഇത് കൂട്ടായ പ്രവർത്തനമാണ്. ഒരു വഴി അടയുമ്പോൾ വേറൊരു വഴി തുറക്കാനുള്ള ശ്രമം, ഒരു സ്നേഹിയുടെ കയ്യിൽ നിന്ന് അടുത്ത മനുഷ്യ സ്നേഹിയിലേക്ക് ഈ ബാറ്റൺ കൈമാറുന്ന രീതി. ലോകത്തിലെ മലയാളികൾ സഹകരിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് വിശദീകരിക്കണമെങ്കിൽ ഇവിടെ മണിക്കൂറുകൾ വേണ്ടിവരും. അത്രയും അധികമാണ് മീറ്റിങ്ങുകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഈ ആക്ഷൻ കൗൺസിൽ നടത്തിയിട്ടുള്ളത്. എന്തിനായാലും അതൊരു ഫലം കാണട്ടെ. ഇത് പ്രാഥമികമായ വിവരങ്ങളാണ്. ഇതുകൊണ്ട് മാത്രം പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല. നിമിഷ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്ന വരെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ആക്ഷൻ കൗൺസിൽ ചെയ്യാനുണ്ട്, മീഡിയയ്ക്ക് ചെയ്യാനുണ്ട്, മാധ്യമങ്ങൾക്ക് അതുപോലെ തന്നെ മനുഷ്യ സ്നേഹികൾക്ക് ചെയ്യാനുണ്ട്. അതോടൊപ്പം നിങ്ങളെ സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ആക്ഷൻ കൗൺസിലിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, എന്താണ് ഇനിയുള്ളൊരു അടുത്ത ഘട്ടം എന്ന തലത്തിൽ എന്താണ് ഇനി അവിടെ നടക്കുന്നത്? ഈ ചർച്ചകൾ ഇനിയും പുരോഗമിക്കുകയാണല്ലോ, ഇനിയും തുടർ ദിവസങ്ങളിലൊക്കെ നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇനി ഒരു അടുത്ത ഘട്ടം എന്ന തരത്തിൽ നമ്മൾ എങ്ങനെയാണ് പറയാൻ നമ്മൾ കാത്തിരിക്കേണ്ടത്? ഈ നിമിഷപ്രിയയ്ക്ക് ഒരു ജയിൽ മോചനം അത് എത്രയും വേഗം സാധ്യമാകുമെന്ന് നമുക്ക് പറയാറായിട്ടുണ്ടോ? നിമിഷപ്രിയ 2017 ജൂലൈയിൽ ശേഷമാണ് ജയിലിലാവുന്നത്. ഇപ്പൊ കുറച്ച് കാലഘട്ടം കഴിഞ്ഞ് ഇത്രയും വർഷം നിമിഷ ജയിലിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള വക്കീലുമായി സംസാരിച്ച് അവിടെ അതിന്റെ പവർ ഓഫ് അറ്റോർണി ഹോൾഡർ ശ്രീ സൗമോലുണ്ട്. അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ എംബസി അഡ്വക്കേറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ എംബസി ഉദ്യോഗസ്ഥരുണ്ട്. അതിലുപരിയായിട്ട് പിന്നെ മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊരു മീഡിയേഷൻ കമ്മിറ്റി തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇവരെ ആലോചിച്ചിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാവുക. തീർച്ചയായിട്ടും അവിടെയുള്ള കോടതി വ്യവഹാരങ്ങളെ കുറിച്ച് അവിടെയുള്ള നീതിന്യായ വ്യവസ്ഥ പറയുന്നതാണ് നമുക്ക് പരിപൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി കഴിയും. നമ്മൾ അതിനുവേണ്ടി കാതോർക്കുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് മർക്കസിന്റെ ഇടപെടലുകൾ, ശ്രീ AP അബൂബക്കർ സാറിന്റെ ഇടപെടലുകളാണ് ഇതിന് ഏറ്റവും അധികം ഡയറക്ഷൻ നൽകിയത്. അപ്പൊ അദ്ദേഹം ഇതിന്റെ ബാക്കിയുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കും. അതുപോലെ തന്നെ സാമൂലും അതുപോലെ തന്നെ അവിടെയുള്ള പവർ ഓഫ് അറ്റോർണി ഹോൾഡേഴ്സും വക്കീലും അടങ്ങുന്ന ടീമും അവിടെയുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. നമ്മളൊരു ബലവത്തായ ഒരു റിസൾട്ട് തന്നെ ഉണ്ടാവും. നിമിഷം മോചിപ്പിക്കാൻ കഴിയും എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.